ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബാംഗ്ലൂർ ഡേയ്സ് വിത്ത് അച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 88ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ എന്നും ഞാൻ റിവ്യൂ ഇടാറുണ്ട്. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഡെയിലി ഇത് നോക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ എപ്പിസോഡിൽ മണി ബാങ്ക് ടാസ്ക് ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ ടാസ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഹെവി ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരുന്നു ഇന്നലെ ബിഗ് ബോസ് കൊടുത്തിരുന്നത്. അത് 3 പേർക്ക് കളിക്കാനുള്ള ഒരു ചാൻസ് കൊടുത്തു. ആർക്ക് വേണമെങ്കിലും എന്താ പറയുക കളിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചെറിയൊരു പണി കിട്ടും എന്ന് വിചാരിച്ചിട്ട് തന്നെ എല്ലാവരും അതിലോട്ട് അങ്ങനെ എന്താ മുന്നിലേക്ക് വന്നില്ല. ഞാൻ കളിക്കാമെന്ന് പറഞ്ഞിട്ട് 3 പേരാണ് ആ ധൈര്യം കാണിച്ചത്. ആദില, അനുമോൾ, അതേപോലെ അക്ബർ. എന്നാലും ഇവർ 3 പേര് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ടൈമിനകത്ത് പൈസ എടുത്തിട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് പൈസ എടുത്തത് ആദിലയെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതലെടുത്ത് അനുമോളാണ്. 1,20,000 40,000 മറ്റോ ആണ് അനുമോൾ എടുത്തത്. അപ്പോൾ എന്താണെങ്കിലും 3 പേര് നന്നായിട്ട് തന്നെ കളിച്ചു. എനിക്ക് എന്താ പറയുക, പണി കിട്ടിയിട്ടൊന്നുമില്ല ആർക്കും. എനിക്ക് ഇത് പണി കിട്ടിയത് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് വിന്നർക്കാണ് വിന്നറാവാൻ പോകുന്ന ആൾക്കാണ് പണി കിട്ടുക. കാരണം ആളുടെ എമൗണ്ടിൽ നിന്നാണ് ഇത്രയും പൈസ കുറയുക. അപ്പോൾ അത് ഒരു മെയിനായിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം തന്നെ ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, എനിക്ക് തോന്നുന്നു 6-7 ലക്ഷം രൂപ കുറഞ്ഞു തോന്നുന്നു വിന്നറിൻ്റെ പ്രൈസ് മണിക്കകത്തുനിന്ന്. അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ വിന്നറിൻ്റെ മണിന്നായിരുന്നില്ല ഇവർ കുറച്ചത്. അതുമാത്രമല്ല, ആർക്കെങ്കിലും ഒരാൾക്കാണ് മണപ്പെട്ടി കിട്ടുകയുള്ളൂ. പക്ഷേ ഈ സീസണിൽ വിന്നറാവാൻ പോകുന്ന ആൾക്കും പണി കിട്ടും. അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് അവർക്ക് കുറച്ചെങ്കിലും എമൗണ്ടും കിട്ടും ഇതിന് പുറമെ. അപ്പോൾ രണ്ടും ബെനിഫിറ്റും ഉണ്ട്, ഇതും ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയായിരുന്നു ഇന്നലെ മെയിൻ ടാസ്ക് നമ്മൾ കണ്ടത്. നന്നായിരുന്നു ഗെയിംസ് എല്ലാം. പിന്നെ ഒരു ബലൂൺ ടാസ്ക് കൊടുത്തിരുന്നു. അതാണെങ്കിലും ആ ഒരു ഫണ്ണി ഇതിനകത്ത് എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു. പിന്നെ നമ്മൾ കണ്ടിരുന്നത് ആദിലയും നൂറിയും അവർ സംസാരിക്കുന്നതാണ് അനുമോളെ കുറിച്ചിട്ട്. അനുമോളായിട്ട് വന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. അവർ തമ്മിലൊരു ഡിസ്കഷനാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അനുമോള് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും. എന്തോ സ്വീറ്റോ എന്തോ ആദരയ്ക്കോ നുറുക്കൊക്കെ കൊടുക്കുന്നുണ്ട് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ചെറിയൊരു എന്താ പറയുക, ഒരു ദിവസം മുമ്പ് അനീഷ് ശ്രമിച്ചപ്പോൾ അനുമോൾ എണീറ്റ് പോയതാണ്. പക്ഷെ ഇന്നലെ എന്തോ അറിയില്ല, മേ ബി ഭക്ഷണം ആയതുകൊണ്ടായിരിക്കാം അനുമോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക അവർക്ക് കൊടുക്കുന്നത്. എന്താണെങ്കിലും ആതിര നൂറിയും അത്രയ്ക്ക് അങ്ങോട്ട് അടുത്തില്ല. എന്നാലും എന്താ ആ കൊടുത്തത് കഴിച്ചു എന്നല്ലാണ്ട് കൂടുതൽ അങ്ങനെ ഓവറായിട്ട് പണ്ടത്തെ പോലെ അനുമോളോട് സംസാരിക്കുന്നതൊന്നും നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പാച്ചപ്പ് ആയിട്ടുണ്ടാവുമായിരിക്കാം, മേ ബി, എനിക്കറിയില്ല. കാരണം ഇന്ന് ലൈവിൽ ഞാൻ ചെറിയൊരു ഭാഗം കണ്ടിരുന്നു, ആദിലയും അനുമോളും കൂടെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ മേ ബി ചിലപ്പോൾ ഇഷ്യൂ ഒരു പരിധി വരെ സോൾവ് ആയിട്ടുണ്ടാവുമായിരിക്കാം, അറിയില്ല. എന്താണെങ്കിലും എന്താ പറയുക, ഇത് അവരുടെ വോട്ടിങ്ങിനെ നന്നായിട്ട് ബാധിക്കും, 2 കൂട്ടരും ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അക്ബറും ഇവരെല്ലാവരും സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഷാനവാസ് ആണെങ്കിലും അനീഷ് ആണെങ്കിലും എന്താ പറയുക, നവീനാണെങ്കിലും ബിഗ് ബോസിൻ്റെ പുതിയ ഗെയിംസും അതേപോലെ ഇത്രയും ദിവസത്തിനെ കുറിച്ചിട്ട് നിന്നതും അതിനൊക്കെ കുറിച്ചിട്ട് സംസാരിക്കുന്ന വീഡിയോസൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രമോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പ്രമോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നൊരു പ്രമോ ആണ്. പക്ഷെ അനുമോൾ വിദഗ്ധമായിട്ട് അതിനെ എന്താ പറയുക ഒരു ബ്രദറായിട്ടാണ് കാണുന്നത് പറഞ്ഞിട്ട് അനീഷിനത് എന്താ പറയുക അവിടെ അങ്ങനെ ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്നിട്ട് അനീഷ് എണീറ്റ് പോകുന്ന ഒരു ചെറിയൊരു സീൻ പ്രമോയ്ക്കകത്തില്ല, പറയുന്നൊരു സീനെ പ്രമോയ്ക്കകത്തുള്ളൂ. എണീറ്റ് പോകുന്ന ഒരു സീൻ ഇങ്ങനെ അത് ആരോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈവ് അപ്ഡേറ്റിൻ്റെത്. അപ്പോൾ ഇത് 2 പേരുടെ വോട്ടിങ്ങിനെയും ബാധിക്കും. എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ വോട്ടിങ്ങിനേക്കാളും കൂടുതൽ അനുമോളുടെ വോട്ടിങ്ങിനായിരിക്കും നന്നായി ബാധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എന്താ പറയുക ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ ആയിട്ട് റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.